പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മാണൂരിലെ CP ബാവഹാജിയുടെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് വിളഞ്ഞു. 100 മേനി വിളവിന് പങ്കുവെക്കലിന്റെ സ്നേഹം കൂടി ചേർന്നപ്പോൾ വിളവെടുപ്പ് കെങ്കേമമായി. സൗജന്യമായാണ് ഇവയെല്ലാം നാട്ടുകാർക്ക് ഇദ്ദേഹം വിതരണം ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏക്കറുകളോളം കൃഷി, വിളവെടുപ്പെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ വിളിക്കും. അവർക്കതെല്ലാം സൗജന്യമായി നൽകും. CP ബാവഹാജിയുടെ സ്നേഹത്തിന്റെ മധുരം അങ്ങനെയാണ് അയാൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നത്. 100 മേനി വിളവിന് പങ്കുവെക്കലിന്റെ ആനന്ദം കൂടിയാകുമ്പോൾ നാട്ടുകാരും ഹാപ്പിയാണ്. പറഞ്ഞു വരുന്നത് വിപണിയിൽ കിലോയ്ക്ക് 300 രൂപ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം തന്നെ. എടപ്പാൾ മാണൂരിൽ തന്റെ കൃഷിയിടത്തിലെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കി. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ വിളവെടുപ്പ് നടന്നത്. വിളവെടുപ്പിന്റെ അന്ന് CP ബാവഹാജിയുടെ വിളി പോകും തന്റെ പ്രിയപ്പെട്ടവരുടെയും സ്നേഹിതരുടെയും സമീപവാസികളുടെയും ഫോണിലേക്ക്. അവരൊക്കെ എത്തിയാൽ ഉടൻ വിളവെടുപ്പ് തുടങ്ങും. കാണാൻ ചന്തമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ സ്നേഹത്തോടെ അയാൾ പകുത്തു നൽകും. 1.5 ഏക്കറയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ 1000 തൈ ഉണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ മേൽഭാഗം മൊത്തം ചെയ്യാൻ വേണ്ടി പോകണം. അവിടെയും കൂടി ചെയ്യാൻ വേണ്ടി പോകും. ഇത് മൊത്തം 3 ഏക്കറയാണ്. അതിൽ മൊത്തത്തിൽ ചെയ്യാൻ വേണ്ടി പോകും. അവിടെ ഒരു 1500 തൈയും കൂടി ഇനി വരും. ഒരു 2500 തൈ ഉണ്ടാവും. ഒരു കാലിന് മുകളിൽ 4 തൈയാണ്. ഡെയിലി ഇതിലൊക്കെ ഒന്ന് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യത്തിനും വലിയ ഒരു നല്ല ഗുണം കിട്ടും. കാരണം കുറച്ച് നല്ല നടക്കാൻ കഴിയും, നടന്നു വരാനൊക്കെ കഴിയും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ഇതെല്ലാവരും ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെല്ലാവരും ഉണ്ടാക്കണം. ഇതൊന്നും നമ്മൾക്കൊന്നും ഉള്ളതല്ലാതെ ഇത് യൂറോപ്യൻസിനും അല്ലെങ്കിൽ ചൈനക്കാർക്കും മാത്രം ഉള്ളതാണ് ഈ പണി. ഇതൊന്നും നമ്മളെന്നല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. ഇതെല്ലാവരും ചെയ്യണം. ഒരുപാട് സ്ഥലത്ത് കണ്ടപ്പോൾ അടുത്ത് ഞാൻ പോത്തനൂർ പോയപ്പോൾ അവിടെ ടെറസിന്റെ മുകളിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മുൻ പ്രസിഡന്റ് കുഞ്ഞിപ്പക്ക. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാനിത് കണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ബട്ടർ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഇനം പഴങ്ങളും പച്ചക്കറികളും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയിടത്തിലെ പഴങ്ങളും പച്ചക്കറികളും സൗജന്യമായി വിതരണം ചെയ്യും. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മലബാർ ഡെന്റൽ കോളേജ് ചെയർമാനുമായ CP ബാവഹാജി. വിളവെടുപ്പ് ദിവസം CP ബാവഹാജി, തുഫൈൽ മുഹമ്മദ്, ഡോക്ടർ തൗഫീഖ് അലി തുടങ്ങി നിരവധി പേരും പങ്കെടുത്തിരുന്നു. വർഷാവർഷം പതിവ് തെറ്റിക്കാതെ CP ബാവഹാജി തന്റെ പങ്കുവയ്ക്കൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഒപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരും കൂടെ കൂടും. NCV ന്യൂസ്, എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.